ഒരുപാട് കാലം ജമാഅത്തായി സുബഹി നിസ്കരിക്കാനും ദിന നിസ്കരിക്കാനും അല്ലാഹു തൗഫീഖും ആഫിയത്തും ആരോഗ്യവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ബഹുമാനപ്പെട്ട കാന അബ്ദുല്ലാഹി ഇബ്നു അംർ റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലുന്നു, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ഖൽബിൻ ലാ യഖ്ശഅ. അല്ലാഹുവേ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റബ്ബായെ അല്ലാഹുവിന്റെ ദുആ കൊണ്ട് അല്ലാഹുവേ ഖൽബിൻ ലാ യഖ്ശഅ, തഖ്വയില്ലാത്ത നിന്റെ പേടിയില്ലാത്ത ഒരു ഹൃദയം, ഒരു ഖൽബ് നമുക്ക് നീ നൽകരുത് അല്ലാഹ്. നിന്റെ ഹൃദയം അല്ലാഹുവേ നിന്റെ പേടിക്കലയ്ക്കത്തെ, ഇഖ്ലാസുള്ളയ്ക്കത്തെ, തഖ്വയുള്ളയ്ക്കത്തെ ഹൃദയത്തെ കൂട്ടത്തിൽ പെടുത്തണോ അല്ലാഹ്. അല്ലാത്ത ഹൃദയത്തെ കൂട്ടത്തിൽ നല്ല ഖൽബിനെ പെടുത്തരുത് അല്ലാഹ്. അതേപോലെ നീ സ്വീകരിക്കപ്പെടാത്ത ദുആന്റെ കൂട്ടത്തിൽ നിന്റെ ദുആത്തെ നീ പെടുത്തരുത് അല്ലാഹ്. അതായത് നിന്റെ ദുആ അത് നീ സ്വീകരിക്കണം അല്ലാഹ്. നിന്റെ ദുആ അല്ലാഹു സ്വീകരിക്കണം. അതുപോലെയുള്ള നല്ല ഉള്ളുവോടുകൂടെ, അച്ചടക്കത്തില് അതവോടുകൂടെ, ഇഖ്ലാസോടുകൂടെ അല്ലാഹുവിന്റെ നല്ല ദുആ ആക്കണോ. അല്ലാഹു ദുആ ഇഷ്ടപ്പെടാത്ത രൂപത്തില് നജസ്സോടുകൂടെ, അതേപോലെ ശുദ്ധിയില്ലാത്ത ജാഗയില് ഡ്രസ്സൊന്നും ശുദ്ധിയില്ലാത്ത നല്ല ഉൾവാക്കിയിട്ട് നല്ല രാഹത്തോടു കൂടെ അല്ലാഹുവിന്റെ ഇഖ്ലാസിലാക്കണോ, ദുആ ആക്കണോ. അതേപോലെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹുവിന്റെ ദുആ കേട്ടതിന് മുൻപുള്ള നല്ല ദുആ നീ സ്വീകരിക്കാത്ത ദുആന്റെ കൂട്ടത്തിൽ പെടുത്തരുത് അല്ലാഹ്. അത്തരത്തിലുള്ള ദുആന്റെ തൊട്ട് തന്നെ നീ രക്ഷപ്പെടുത്തണോ അല്ലാഹ്. അതിനെ കാവൽ കേട്ടിട്ടുണ്ട് അല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചൊല്ലുന്നു, വമിൻ ഇൽമിൻ ലാ യൻഫ. അതേപോലെ ഉപകാരമില്ലാത്ത ഇൽമുടെ കൂട്ടത്തിൽ നിന്റെ ഇൽമുടെ, നിന്റെ അറിവുടെ നീ പെടുത്തരുത് അല്ലാഹ്. അതായത് നാം ഒരു അറിവ് പഠിച്ചെങ്കിൽ അത് നാലാൾക്കും ഉപകാരപ്പെടണോ, നമുക്കും ഉപകാരപ്പെടണോ. അതായത് ഒരു മനുഷ്യൻ മരിച്ചാണ്ട് കണ്ണിക്ക് 3 കാര്യമാണ് വീട്ടിൽ. അതിൽപ്പെട്ട ഒന്നായിട്ട് അവന്റെ പിതാവും അവന്റെ സ്വന്തം മക്ക, അവർക്ക് ദുആ ആക്കുന്ന ദുആവുണ്ടല്ലേ സാലിഹായ മക്ക, സ്വർഗത്തെ മക്ക. ആ മക്കളുടെ ദുആ നമ്മൾ മരിച്ചു കൂട്ടിയിട്ടുണ്ട്. അതോടെ കൊണ്ടല്ല കിട്ടുവോളേക്കിട് അതേപോലത്തെ ദുആ ആവണം, അതേപോലത്തെ അറിവാവണം. അപ്പൊ നമ്മളെ അല്ലാഹു നാഫിയാക്കുമാറാവട്ടെ. നമ്മൾ പഠിക്കുന്നതെല്ലാം അല്ലാഹു ഇഷ്ടപ്പെടണോ, അത് ഞങ്ങൾക്ക് ഉപകാരപ്പെടണോ. നാലാളുകൾ ഞങ്ങൾ എന്താക്കണം, ഒരു കാര്യം പഠിച്ചത് നല്ലത്, അതിനെ പഠിപ്പാട്ടണോ. അല്ലാഹു ഞങ്ങൾക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അപ്പൊ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലുന്നു, ഉപകാരപ്പെടാത്ത ഇൽമുടെ കൂട്ടത്തിൽ തന്നെ നീ പെടുത്തരുതോ, നിന്റെ അറിവിടെ നീ പെടുത്തരുതോ അല്ലാഹ്. അത്തരത്തിലുള്ള അറിവിടെ തൊട്ട് ഞാൻ നിന്നെ കാവൽ ചെയ്യണേ റബ്ബേ. വഅഊദു ബിക മിൻ ഹൗലാഇൽ അർബഅ. അതേപോലെ ഈ 4 വിഭാഗത്തിലും നീ അഹ്ലുകാരുടെ കൂട്ടത്തിൽ നീ പെടുത്തരുതോ അല്ലാഹ്. വമിൻ നഫ്സിൻ ലാ തസ്മഅ. അതേപോലെ എത്ര തിന്മയ്ക്കും വയ്യാവാത്ത ഭയന്റെ കൂട്ടത്തിൽ നിന്റെ ഭയനെയും നീ പെടുത്തരുതില്ല. എത്ര കിറ്റയ്ക്കും വയ്യാവില്ല അത്തരത്തിലുള്ള ശരീരത്തെ കൂട്ടത്തിലും നിന്റെ ശരീരത്തെ നീ പെടുത്തരുതോ അല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാവൽ കേൾക്കുന്ന അവരുടെ എത്ര തിന്മയ്ക്കും പറയില്ല വയ്യാവില്ല അത്തരത്തിലുള്ള ഭയർ നിന്റെ ഭയനെ ആക്കുതീര. അത്ര കിറ്റയ്ക്കും എത്ര കിറ്റയ്ക്കും വയ്യാവില്ല അങ്ങനത്തെ ശരീരത്തെ കൂട്ടത്തിൽ നിന്റെ ശരീരത്തെ നീ പെടുത്തരുതോ അല്ലാഹ്. ഈ 4 വിഭാഗത്തിലും തന്നെ നീ പെടുത്തരുതോ അല്ലാഹ്. അത്തരത്തിലുള്ള ആ വിഭാഗത്തെ തൊട്ടും ഞാൻ നീ കാവൽ കേൾക്കണേ അല്ലാഹ്. റവാഹു തുർമുദി വൻ നസായി എന്ന ഹദീസിൽ നമുക്ക് കണ്ടു. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മൾ ചൊല്ലിയതും കേട്ടതും സാലിഹായ ഒരു അമലിന്റെ കൂട്ടത്തിൽ അല്ലാഹു പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ ദുനിയാവിലും ആഖിറത്തിലും അല്ലാഹു ഞങ്ങളെ എല്ലാവരെയും രക്ഷപ്പെടുത്തുമാറാവട്ടെ. ഞങ്ങളിൽ നിന്ന് മരിച്ച ആത്മാക്കൾ അല്ലാഹു പുറത്തു കൊടുക്കുമാറാവട്ടെ. അങ്ങനെ അല്ലാഹു ഇഷ്ടമുള്ള സ്വർഗ്ഗത്തെ കവാടങ്ങൾ അങ്ങനെ എല്ലാവർക്കും പ്രവേശിക്കും അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശഫാഅത്തും തങ്ങളുടെ കയ്യിൽ നിന്ന് ഹൗദുൽ കൗസർ വാങ്ങി കുടിക്കും അല്ലാഹു ഞങ്ങൾക്ക് എല്ലാവർക്കും തൗഫീഖ് മഹാഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബേ, മരിക്കുന്നതിന് മുമ്പ് ഒരു ഹക്കും ബാക്കിയില്ലാതെ മരിക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. നമ്മുടെ ജോലിയിൽ നീ ബറക്കത്ത് നൽകണേ അല്ലാഹ്. കടങ്ങളെല്ലാം തീർക്കാനുള്ള എല്ലാ റഹ്മത്തിന്റെ വഴികൾ നീ തുറന്നു തരണം അല്ലാഹ്. നമ്മുടെ ബാപ്പ ഉമ്മ ഭാര്യ മക്കൾ സഹോദര സഹോദരന്മാർ അവരുടെ ഭാര്യമാർ അവരുടെ ഭർത്താക്കന്മാർ അവരുടെ മക്കൾ അവർക്ക് എല്ലാവർക്കും നീ ബറക്കത്ത് നൽകണം അല്ലാഹ്. സന്തോഷം നൽകണം അല്ലാഹ്.
അവർക്ക് നീ ആഫിയത്തും ആരോഗ്യവും ദീർഘായുസ്സും സന്തോഷവും ചൊരിച്ചു കൊടുക്കണമല്ല. നമ്മെ സഹായിച്ചവരെ എല്ലാവരെയും നീ സഹായിക്കണമല്ല. പല പല രൂപത്തിൽ സഹായിച്ചവരുടെ റബ്ബേ, അവരുടെ എല്ലാവരുടെ കാര്യങ്ങളിൽ നീ ബറക്കത്ത് നൽകണേ റബ്ബേ. ശത്രുക്കളെ മിത്രക്കളായ കാണാനുള്ള ഭാഗ്യം നൽകണമല്ല. അല്ലാഹുവേ, സിഹിറന്മാരെ സിഹിർ നീ ബാത്തിലാക്കണേ റബ്ബേ. ശൈത്താന്റെ ഉപദ്രവത്തെ തൊട്ടും ശരനെ തൊട്ടും കാക്കണമല്ല. ആക്സിഡന്റുകളെ തൊട്ടും കാക്കണമല്ല. രോഗം തന്നിട്ട് ആരെയും നീ പരീക്ഷിക്കരുതല്ല. നമ്മുടെ ശരീരത്തിലുള്ള എല്ലാ രോഗവും നീ ശുഭയാക്കണേ അല്ല. പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് കാക്കണമല്ല. അല്ലാഹുവേ, രോഗങ്ങളെല്ലാം ശുഭ നൽകി നല്ല ആഫിയത്തും ആരോഗ്യവും ദീർഘായുസ്സും നമുക്ക് നൽകണമല്ല. അല്ലാഹുവേ, മരിക്കുന്ന കാലത്തോളം നിന്നെ നിസ്കരിക്കാനും നിന്നെ ഇബാദത്ത് ചെയ്യാനും തഖ്വയോടെ ജീവിക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ ബിഫദ്ലി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ